റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് ഭരണമാറ്റത്തിന് പിന്നാലെ കൂട്ടസ്ഥലം മാറ്റം തുടരുകയാണ്. സഹകരണ കൃഷി വകുപ്പുകളിലും ഇടത് സംഘടനാ നേതാക്കളെ സ്ഥലം മാറ്റിയിരിക്കുന്നു. സഹകരണ സംഘത്തിലെ 15 ഇൻസ്പെക്ടർമാരെയും ഓഡിറ്റർമാരെയുമാണ് ഒറ്റയടിക്ക് സ്ഥലം മാറ്റിയത്. 7 പേരെ മിൽമയിലേക്ക് മാറ്റിയിരിക്കുന്നു. UDF അനുകൂല സംഘടനാ നേതാക്കളെയാണ് പകരം നിയമിച്ചത്. കാർഷിക വികസന കർഷക ക്ഷേമ ഡയറക്ടറേറ്റിലും സമാനമായ മാറ്റമുണ്ട്. ഉത്തരവുകളുടെ പകർപ്പ് റിപ്പോർട്ടർ ലഭിച്ചു. ഹരിമോഹനാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. ഹരി, ഇനിയിപ്പോൾ പലയിടങ്ങളിലും പ്രത്യേകിച്ച് സഹകരണ വകുപ്പിൽ ഓഡിറ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പാണ്. ഈ ഭരണം മാറുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നതുമാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലുള്ളവർക്ക് ആർക്കൊക്കെയാണ് മാറ്റം? 15 ഇൻസ്പെക്ടർമാരെ മാറ്റിയിട്ടുണ്ടല്ലേ? അമിത, തീർച്ചയായിട്ടും 10 വർഷം മുൻപ് LDF അധികാരത്തിലേറിയപ്പോൾ എങ്ങനെയാണോ കൂട്ടസ്ഥലം മാറ്റം ഉണ്ടായത്, അതിന് സമാനമായിട്ടുള്ള സ്ഥലം മാറ്റങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് UDF സർക്കാർ അധികാരത്തിൽ ഏറിയിട്ടില്ല, അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിൽ ഏറിയിട്ടില്ല. പക്ഷെ ഭരണമാറ്റം തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ UDF അനുകൂല സംഘടനകൾ നൽകിയിട്ടുള്ള പട്ടിക അടക്കം പരിഗണിച്ചുകൊണ്ടുള്ള സ്ഥലം മാറ്റങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള സ്ഥലം മാറ്റങ്ങൾ സഹകരണ വകുപ്പിലെയും ഒപ്പം തന്നെ കൃഷി വകുപ്പിലെയും. ഈ 2 വകുപ്പുകളിലുമായി 25 പേരെ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് സ്ഥലം മാറ്റി. ഏകദേശം ഇതിനോടകം തന്നെ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം 300-ലധികം പേർക്ക് സ്ഥലം മാറ്റം ഉണ്ടായി എന്നുള്ളതാണ്. അതിൽ സ്ഥലം മാറ്റങ്ങൾ എങ്ങോട്ടൊക്കെയാണെന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ളത്. അതായത് ഈ സഹകരണ വകുപ്പിലെ ഓഡിറ്റ് വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുന്ന, ഓഡിറ്റർ തസ്തികയിൽ ജോലി ചെയ്യുന്ന, ഇൻസ്പെക്ടർ തസ്തികയിൽ ജോലി ചെയ്യുന്ന പലർക്കും മിൽമയിലേക്കൊക്കെ വരെയാണ് സ്ഥലം മാറ്റം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് രസകരമായിട്ടുള്ള ഒരു കാര്യം. മാത്രമല്ല, ഈ ട്രാൻസ്ഫർ അടക്കമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന D സെക്ഷനിലെ ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഗസറ്റഡ് റാങ്കിലുള്ളവരുടെ സ്ഥലം മാറ്റം കൈകാര്യം ചെയ്യേണ്ടത് പകരം അവിടെ വരുന്ന ഉദ്യോഗസ്ഥനാണ്. അത് ഇനിയിപ്പോൾ UDF അനുകൂല സംഘടനയുടെ നേതാക്കൾക്കായിരിക്കും, അല്ലെങ്കിൽ നേതാവിനായിരിക്കും. അപ്പോൾ ഇനിയുള്ള സ്ഥലം മാറ്റങ്ങളെല്ലാം തന്നെ അവർക്ക് നേരിട്ട് തീരുമാനിക്കാൻ കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. ഇനിയിപ്പോൾ കൂടുതൽ വകുപ്പുകളിൽ സ്ഥലം മാറ്റം ഉണ്ടാകും എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം മൃഗസംരക്ഷണ വകുപ്പിലെ ഒരു കത്ത്, മൃഗസംരക്ഷണ വകുപ്പിലേക്ക് UDF അനുകൂല സംഘടന ഒരു കത്ത് അയച്ചിരുന്നു. ആ കത്ത് പ്രകാരം ഭരണ സൗകര്യാർത്ഥം ഈ പറയുന്ന ലിസ്റ്റിൽപ്പെട്ട ആളുകൾക്ക് സ്ഥലം മാറ്റം നൽകണം എന്നുള്ളതായിരുന്നു. അപ്പോൾ സംഘടനാ നേതാക്കളെ പരസ്പരം മാറ്റി നിയമിക്കുകയാണ്. അപ്രധാന പോസ്റ്റുകളിലേക്ക് ഇടത് നേതാക്കളെയും സുപ്രധാന പോസ്റ്റുകളിലേക്ക് UDF നേതാക്കളെയും മാറ്റുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. വിനിത, ശരി. ഏതായാലും UDF അനുകൂല സംഘടനാ നേതാക്കൾ പകരം പോസ്റ്റുകളിലേക്ക് എത്തുന്നു. എങ്ങനെയാണോ നേരത്തെ LDF സർക്കാർ വന്നപ്പോൾ സ്ഥലം മാറ്റം നടത്തിയത്, അതുപോലെ തന്നെയാണ് ഇപ്പോഴും സ്ഥലം മാറ്റങ്ങൾ നടക്കുന്നത്.